എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണോ എന്ന് അറിഞ്ഞുകൂടെ, ചെയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലത്തെ പഴയ ടീഷർട്ട് വെച്ചിട്ട് കുട്ടികൾക്കുള്ള ഷോർട്സാണ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് വീട്ടിലിടാനും സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു ഷോർട്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷോർട്സ് ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പഴയ ടീഷർട്ടിൽ നിന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. ടീഷർട്ട് വെച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പഴയൊരു ടീഷർട്ട് എടുത്തിട്ട് അതൊന്ന് മറച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ താഴ്ഭാഗത്ത് ആ ഒരു സ്റ്റിച്ചിങ് ഉള്ള ഭാഗം അത്രയും മാത്രം ഒന്ന് ഞാനൊന്ന് ലെവൽ ചെയ്യുകയാണ് കേട്ടോ. അവിടെ മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇട്ട് മടക്കേണ്ട അത്രയും വീതിയിലാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വീതിയുള്ള എലാസ്റ്റിക്കാണ് കേട്ടോ. അതിനനുസരിച്ച് ആ മേൽഭാഗം ഞാനൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ടീഷർട്ടിൻ്റെ കൈയുടെ ഭാഗത്തോട്ട് വന്നിട്ട് കുറച്ച് ഒരു 2 ഇഞ്ച് അകലം വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് അളക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, കട്ടിങ് ഇത്രയേ വരുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മളിതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. ആ സ്റ്റിച്ചിങ് കറക്റ്റ് സെൻറ്ററിലും ബാക്കിലും വരുന്ന പോലെ ആക്കിയെടുക്കും. ഇനി താഴ്ഭാഗത്ത് അവിടെ ഒന്ന് ഇതുപോലെ വെച്ചിട്ട് അവിടെ നേരെ സ്റ്റിച്ച് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ താഴ്വശത്ത് റൗണ്ടായിട്ടൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ആ താഴ്ഭാഗം നമ്മൾ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം നമുക്കിനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ആ താഴ്വശം ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുകളിലോട്ട് വന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ട. അതിനനുസരിച്ച് വീതിക്കൊന്ന് റൗണ്ടായിട്ടൊന്ന് മടക്കി തയ്ക്കുക. പിന്നെ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലിടുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് താഴ്വശം നമുക്ക് ചെറിയ വീതിയിലൊന്ന് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് റൗണ്ടായിട്ടൊന്ന് അവിടെ ഒന്ന് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. താഴ്വശം ചെറിയ വീതിയിൽ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ 2 ഭാഗവും കൂടെ ഇതുപോലെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് 2 സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു 2 സ്റ്റിച്ചിങ് നേരെ ഒന്ന് കൊടുക്കുക കേട്ടോ. താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചെടുക്കാം കേട്ടോ. നല്ല വശമാക്കി എടുക്കാവേ. ഇപ്പോൾ താഴത്തെ ആ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേളിലോട്ട് വന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ഇടുന്ന ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് നമുക്ക് റൗണ്ടായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ ഇടണേ. നമുക്ക് ആ എലാസ്റ്റിക് ഇടാനുള്ള ഭാഗം മെയിൽ വശം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഒരു സൈഡിലൂടെ എലാസ്റ്റിക് ഇതുപോലെ ഇട്ടിട്ട് അടുത്ത സൈഡിലേക്കായിട്ട് എലാസ്റ്റിക് പുറത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് ഞാനിതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എലാസ്റ്റിക് തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് അത് 2-3 സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. ലോക്ക് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കണേ. നല്ലോണം സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ എലാസ്റ്റിക് വിട്ടുപോകും കേട്ടോ. അതുകൊണ്ട് ഒരു 3-4 വട്ടം സ്റ്റിച്ച് ചെയ്തെടുത്തോ കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ആ കുറച്ച് ഭാഗം നടുക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ. എലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എലാസ്റ്റിക്കിൻ്റെ പുറത്തുകൂടെ നമുക്ക് റൗണ്ടായിട്ട് ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പൊളഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ നല്ല വശത്തൂടെ എലാസ്റ്റിക് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തൂടെ ഇതുപോലെ റൗണ്ടായിട്ട് ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എലാസ്റ്റിക് ഇട്ട ഭാഗം കാണാനും നല്ല ഭംഗിയുണ്ടാകും. എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ പൊളഞ്ഞൊന്നും പോകത്തുമില്ല കേട്ടോ.
ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ അങ്ങനെ ഞാൻ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഷോർട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ പൈസ കൊടുക്കാതെ പഴയ ടീഷർട്ടിൽ നിന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഷോർട്ട്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്ച്ചെടുത്തോ കേട്ടോ. ഇതിൻ്റെ താഴ്വശം വന്നിട്ട് കുറച്ച് യെല്ലോ കളറായി. അപ്പോൾ ആ ടീഷർട്ടിൻ്റെ മേൽഭാഗത്ത് കുറച്ച് യെല്ലോ കളറായിരുന്നു. അതുകൊണ്ടാണ് ആ താഴ്ഭാഗത്ത് അങ്ങനെ ആ യെല്ലോ കളർ കുറച്ച് ഭാഗം വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ പഴയ ടീഷർട്ട് വെച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനും ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഷോർട്ട്സും നമ്മൾ തയ്ച്ചെടുത്തതും എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ടീഷർട്ട് എന്ന് പറയുമ്പോഴത്തേനും വലിയ സൈസാണല്ലോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതും വലിയ സൈസ് തന്നെയുള്ള ഷോർട്ട്സാണ്. അപ്പോൾ അതും ഇതുമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഴയ ടീഷർട്ടിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇതുവരെയും ഇങ്ങനത്തെ ഷോർട്ട്സ് ചെയ്ത് നോക്കാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്കായിട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.